കാലം മാറുകയാണ്. അതിനൊപ്പം ഇന്ത്യയുടെ രാഷ്ട്രീയ മുഖവും. കേൾക്കാൻ മാത്രമല്ല തിരിച്ചു ചോദിക്കാനും സംസാരിക്കാനും ആഗ്രഹിക്കുന്ന പുതിയ തലമുറയെ ഒപ്പം നിർത്താൻ BJP ഒരു വലിയ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു. അതെ, വരുന്നു BJPയുടെ സ്വന്തം ജെൻസി ടീം. ഇനി ഏകപക്ഷീയമായിട്ടുള്ള ആശയവിനിമയമില്ല, പകരം 2-way ഡയലോഗ്. നേതാക്കൾ പറയുന്നത് കേട്ട് മടങ്ങുന്ന പഴയ ശൈലിക്ക് പകരം യുവാക്കളുമായി നേരിട്ട് സംവദിക്കുന്ന പുതിയ ഹൈടെക് സ്ട്രാറ്റജിയാണ് BJP അണിയറയിൽ ഒരുക്കുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് BJP വളരെ നേരത്തെ തന്നെ തുടങ്ങേണ്ട ഒന്നായിരുന്നു. രാജ്യത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ ചെയ്യുന്ന പല കാര്യങ്ങളും പല പദ്ധതികളും ജനങ്ങൾക്ക് ബോധവൽക്കരണം ചെയ്തു കൊടുക്കാൻ BJP മെനക്കെടാറില്ല എന്ന വിമർശനത്തിൽ കുറച്ചധികം വാസ്തവമുണ്ട്. BJPയെ എതിർക്കുക എന്ന പേരിൽ രാജ്യപുരോഗതിയെ എതിർക്കുക എന്ന അജണ്ടയുമായി തെറ്റിദ്ധരിപ്പിക്കാനും വളച്ചൊടിക്കാനും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന മാധ്യമങ്ങളും പ്രതിപക്ഷവുമുള്ള നാട്ടിൽ ഇതെന്നേ ചെയ്യേണ്ട കാര്യമായിരുന്നു. നീറ്റ് പരീക്ഷാ വിവാദത്തിന് പിന്നാലെ ഉയർന്ന പ്രതിഷേധങ്ങൾ യുവാക്കളുമായിട്ടുള്ള ആശയവിനിമയത്തിൽ വലിയൊരു മാറ്റം വേണമെന്ന ബോധ്യം പാർട്ടി നേതൃത്വത്തിന് നൽകിയിരുന്നു. ഫേസ്ബുക്കിലും എക്സിലും മാത്രം ഒതുങ്ങി നിൽക്കാതെ പുതിയ തലമുറയുടെ സ്വന്തം ഇടങ്ങളായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ്, റെഡിറ്റ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് തങ്ങളുടെ സാന്നിധ്യം ശക്തമായി വ്യാപിപ്പിക്കാനാണ് പുതിയ തീരുമാനം. 2014-ലും 2019-ലും സോഷ്യൽ മീഡിയയിൽ BJPയുടെ സൈബർ പോരാളികൾക്ക് അനിഷേധ്യമായ ആധിപത്യമുണ്ടായിരുന്നു. എന്നാൽ 2024-ൽ പ്രതിപക്ഷവും ഈ രംഗത്ത് ശക്തമായ വെല്ലുവിളിയുമായി രംഗത്ത് വന്നു. ഈ അവസ്ഥയെ മറികടക്കാൻ രാജ്യത്തിലെ എല്ലാ ജില്ലകളിലും യുവാക്കളുടെ പ്രത്യേക ഡിജിറ്റൽ ടീമുകളെ ഇറക്കാനാണ് പാർട്ടിയുടെ പുതിയ നീക്കം. യുവാക്കളോട് അവരുടെ ഭാഷയിൽ അവരുടെ ശൈലിയിൽ തന്നെ സംസാരിക്കാൻ അവർക്ക് മാത്രമേ കഴിയൂ എന്നതാണ് ഈ പുതിയ തന്ത്രത്തിന് പിന്നിൽ. ഈ മാറ്റത്തിന്റെ ഏറ്റവും വലിയ മാതൃക ജനങ്ങൾക്ക് കാണിച്ചു തന്നത് സാക്ഷാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അടുത്തിടെ അർദ്ധരാത്രിയിൽ തികച്ചും വ്യത്യസ്തമായി ഒരു സെൽഫി വീഡിയോയിലൂടെ അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ എത്തിയത് വലിയ തരംഗമാണ് സൃഷ്ടിച്ചത്. സങ്കീർണമായ രാഷ്ട്രീയ കണക്കുകൾക്ക് പകരം കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഇനി ആകർഷകമായിട്ടുള്ള ഇൻസ്റ്റാഗ്രാം റീൽസുകളിലൂടെയും ഡിജിറ്റൽ പ്ലക്കാർഡുകളിലൂടെയൊക്കെയായിരിക്കും പുതിയ തലമുറയിലേക്ക് എത്തുന്നത്. ആശയവിനിമയത്തിലെ പോരായ്മകൾ കാരണം പ്രതിപക്ഷം മുതലെടുത്ത വിവാദങ്ങൾ ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് BJP ഇതിലൂടെ ഉറപ്പുവരുത്തുകയാണ്. യുവതലമുറയെ കേൾക്കാനും അവരോടൊപ്പം നിലനിൽക്കാനുമുള്ള BJPയുടെ ഈ പുതിയ ഡിജിറ്റൽ മുന്നേറ്റം വരും നാളുകളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഗെയിം ചേഞ്ചറായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മിസ്റ്റർ സൃഷ്ടി മലയാളം.